Hi, hello guys and welcome back to my channel. It's me Bobby. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ചിറ്റ് ചാറ്റ് വീഡിയോ ആണ് കേട്ടോ. ഈ ചിറ്റ് ചാറ്റ് വീഡിയോ എന്ന് പറയുമ്പം എനിക്ക് വന്നൊരു കമൻ്റാണ് എന്നെക്കുറിച്ച് അല്ല എൻ്റെ ഫാമിലിയെക്കുറിച്ചോ എന്തെങ്കിലും ഒന്ന് പറയുമെന്ന്. അപ്പോൾ അങ്ങനെ എനിക്ക് പേഴ്സണലായിട്ട് വന്ന കുറച്ച് ചോദ്യങ്ങളും പിന്നെ എനിക്ക് ഒറ്റയ്ക്കൊരു കമൻ്റായിരുന്നു വന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കും അത് കാണാൻ പറ്റും. എനിക്ക് ഒറ്റയ്ക്കൊരു കമൻ്റായിരുന്നു വന്നത്, എൻ്റെ ഫാമിലിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമോയെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വന്ന ചോദ്യങ്ങളും പിന്നെ എൻ്റെ ഫാമിലിയെക്കുറിച്ചും ചെറിയൊരു ചിറ്റ് ചാറ്റ്, ഒരു പേഴ്സണൽ വ്ലോഗ് പോലെ. എൻ്റെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലായിട്ട് വന്നതാണ്. ഞാൻ എന്തിനാണ് ഇങ്ങനൊരു ചാനൽ തുടങ്ങുന്നത്, പിന്നെ എനിക്ക് വേറെ കുറച്ച് ഇതായിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൂടായോ, വേറെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാണ് കുറച്ചുകൂടി മെച്ചുവേർഡായിട്ട് ചിന്തിച്ചുകൂടായോ, അങ്ങനെയൊക്കെ കുറച്ച് ചോദ്യങ്ങൾ. അതുപോലെ തന്നെ ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി എന്താണോ അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അപ്പം എന്നെ അറിയാമല്ലോ, എൻ്റെ പേര് ബോബി അനന്തു. അപ്പം അനന്തു എന്ന് പറയുന്നത് ഹസ്ബൻഡാണ് കേട്ടോ. അനന്തകൃഷ്ണൻ എന്നാണ് പേര്. പുള്ളിക്ക് അനന്തകൃഷ്ണൻ എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്നെ തന്നെ വിമൽകുമാർ എന്ന് വിളിക്കുന്ന പോലെ പുള്ളിക്ക് ഇതായിട്ടൊരു പേരിട്ടാണ് അനന്തു എന്നാണ്. എല്ലാവരും പൊതുവെ അങ്ങനെയാണ് വിളിക്കുന്നത്, ഇട്ടതല്ല വിളിക്കുന്നത്. ഓക്കെ, ഈ വീഡിയോ കാണുമ്പോൾ എന്നെ കൊല്ലും കേട്ടോ, ഒന്നാമത്തെ കാര്യം അതാ. ഓക്കെ, അപ്പം എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മോള്, ഇതാണ് എൻ്റെ ഫാമിലി. എന്നുവെച്ചാൽ ഞങ്ങളുടെ ഫാമിലി, എൻ്റെ കുഞ്ഞു ഫാമിലി. പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ, എനിക്ക് വീട്ടിൽ അമ്മ, അച്ഛൻ, അതായത് മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ എല്ലാവരും ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, സിസ്റ്റർ, പുള്ളിക്കാരൻ ഇളയതാണ്. പറയുമെന്ന് പറയുമ്പം ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. ഞാനാണതിൽ ഏറ്റവും ഇളയത് കേട്ടോ. ഏറ്റവും ഇളയത് അച്ഛൻ, അമ്മ, ഞങ്ങൾ 3 പെൺപിള്ളേർ. ഇതാണ് എൻ്റെ ഫാമിലി. അപ്പം എനിക്കൊരു മോളുണ്ട്. എൻ്റെ മോളുടെ പേര് അനഹിത എന്നാണ്. ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തത്തു എന്ന് വിളിക്കും, എൻ്റെ വീട്ടിൽ ആൻവി എന്നാണ് വിളിക്കുന്നത്. അപ്പം നവംബർ 18 അതാണ് അവിടെ ബർത്ത്ഡേ. അപ്പം എന്നെക്കുറിച്ച് പറയുമ്പം ഞാൻ ഡിഗ്രി വരെ പഠിച്ചതാണ്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് ഒരു വലിയൊരു റീസണാണ് കേട്ടോ. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ സെക്കൻഡ് ഇയർ വരെ പോയുള്ളായിരുന്നു. അപ്പം അതിനിടയ്ക്ക് ചെറിയ ഒരു കുഞ്ഞൊരു പ്രശ്നം വന്നു. അപ്പം അങ്ങനെ കട്ട് ആയി. പിന്നെ കല്യാണം, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞൊരു വർഷം, കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മോളായി. ഇപ്പം ഹാപ്പി ഫാമിലി. കല്യാണം കഴിഞ്ഞപ്പോൾ 3 വർഷമായി. ഹാപ്പി ഫാമിലി. മെയ് 31 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പം എൻ്റെ മാരേജ് എന്ന് പറയുമ്പം എൻ്റെ മാരേജ് ലവ് മാരേജ് ആയിരുന്നു. ടിപ്പിക്കൽ ലവ് മാരേജ്. അതായത് കുറച്ച് നാൾ, ഏതാണ്ടൊരു കുറച്ച് കൊല്ലമായി നീണ്ടു നിന്നൊരു പ്രണയം കഴിഞ്ഞിട്ട് കല്യാണമായി. ഇപ്പം കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോഴേ തന്നെ ആദ്യം ഞാൻ ചോദിച്ചത് എൻ്റെ ഹസ്ബൻഡിനോടാണ് കേട്ടോ. ഫസ്റ്റ് അപ്പം ഹസ്ബൻഡിനോട് ചോദിച്ചപ്പം പുള്ളിക്കാരൻ എന്നെ ഇതുവരെ വേണ്ടാന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എന്താണെന്നറിയത്തില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പുള്ളിക്കാരൻ അങ്ങനെ എതിർത്തിട്ടില്ല. വേണ്ട, നീ അങ്ങനെ ചെയ്യണ്ട, ഗംഗ അത് ചെയ്യണ്ട, അങ്ങനെ ആ ഒരു രീതിയല്ല കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞ കണ്ണാന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഞാൻ അങ്ങനെയാണ്, ഞങ്ങൾ തമ്മിൽ 1 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പേരാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, കണ്ണാ, ഞാൻ ഇതിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോട്ടെ, എല്ലാവരും ചെയ്യുന്നു, ഞാനും ഇതുപോലെ ഒന്ന് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഏതാണ്ട് 2-3 മാസത്തിന് മുമ്പ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഓക്കെ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്, നീ ചെയ്തോ. ഞാൻ പറഞ്ഞു, ഇയാൾക്ക് എന്തോ തോന്നുന്നു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, നീ ഇത് തുടങ്ങിക്കോ, നിനക്ക് കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഓൾറെഡി, നിനക്കുണ്ടെങ്കിൽ നീ തുടങ്ങിക്കോ, എനിക്ക് യാതൊരു ഇതുമില്ല. ഓക്കെ, പക്ഷേ എൻ്റെ അടുത്ത് ഒറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, നീ ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യത്തില്ല. എനിക്ക് അങ്ങനെ ഒരു വല്ലാത്തൊരു ബാഡ് ഹാബിറ്റാണ് എൻ്റെ. പക്ഷേ എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നീ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, മുറിച്ച് ചെയ്യാതിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, നീ അതിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഇത്ര ഒരു കാര്യം പറഞ്ഞുള്ളൂ. പിന്നെ നല്ലവണ്ണം അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഏതാണ്ട് ഒരു 2 മാസത്തെ നീണ്ട റിസർച്ചിന് ശേഷമാണ് കേട്ടോ. അതായത് യൂട്യൂബ് എന്താണ്, യൂട്യൂബിൽ എങ്ങനെയാണ്, എവിടെ നിന്നാണ്, ആരാണ്, എന്താണ്, അത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഈ നിന്ന് സംസാരിക്കുന്നത് വരെ എത്ര വീഡിയോ കണ്ടിട്ടാണെന്നറിയാമോ?
അങ്ങനെ കുറേ ഇത്. പക്ഷേ എനിക്ക് അപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാണുന്നവരെന്ത് പറയും, കാണുന്നവർ എന്ത് പറയും എന്നൊരു ചിന്തയുണ്ടെന്ന്. പക്ഷേ പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോരുത്തരുടെ വ്ലോഗ് ഇങ്ങനെ കാണുമ്പം ഞാൻ ചിന്തിക്കുമായിരുന്നു, അവരുടേതായ ബെസ്റ്റ് ചെയ്യുന്നു, അവരവരുടേതായ ബെസ്റ്റ് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്നു. അപ്പം എനിക്ക് എൻ്റേതായ ബെസ്റ്റ് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്നതിന് ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? എനിക്ക് എന്നിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ഞാനത് മറ്റുള്ളവരെ കാണിക്കുന്നതിന് ഞാൻ എന്തിനു ഭയക്കണം? ഞാൻ അത്രേ വിചാരിച്ചുള്ളൂ. സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. അതായത് എൻ്റെ മോൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു 1.25 വയസ്സുണ്ട്. അപ്പോൾ അവൾ ഭയങ്കര നിർബന്ധം കേട്ടോ, ഭയങ്കര നിർബന്ധം എന്ന് വെച്ചാൽ ഭയങ്കര നിർബന്ധവും കുരുത്തക്കേടും കേട്ടോ, പറയുന്ന പോലൊന്നും അല്ല. അവരാ ഭയങ്കര കുരുത്തക്കേടാ കേട്ടോ. പക്ഷേ അവളാണേൽ 24 മണിക്കൂറും എൻ്റെ ഒക്കത്താണ്. അപ്പോൾ അവളെ ഞാൻ രാത്രി ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാത്രി ഒരു 9 മണി 10 മണിയായി കാണും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാനും അവളും മാത്രമേ ഉള്ളൂ റൂമിൽ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഫാൻ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കാം, അപ്പോൾ എനിക്ക് ഫാൻ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവൾ കിടക്കുന്നുണ്ട്, ഓഫ് ചെയ്താൽ അപ്പോൾ ഉണരും. അപ്പോൾ ഞാൻ അവളെ നല്ലോണം ഫുഡൊക്കെ കൊടുത്തിട്ട് ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിൽ ഞാൻ ഇപ്പോഴും ഈ വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് ഒരിക്കലും ഒരു ബോറടി ആയിട്ട് തോന്നുന്നില്ല. അയ്യോ എനിക്ക് വ്യൂസ് കുറവാണ്, അല്ലെങ്കിൽ ലൈക്ക് കുറവാണ്, അയ്യോ എനിക്ക് കമൻറ്റ് കിട്ടുന്നില്ല, സബ്സ്ക്രൈബർ കുറവാണ്, അതുകൊണ്ട് വേണ്ട ചെയ്യണ്ട. ഇപ്പോൾ ഏതാണ്ട് ഞാനൊരു 2-3 ആഴ്ചയായി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഞാൻ 1 മാസം മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ച കുറേ വീഡിയോസാണ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തത്. ഇനി അപ്ലോഡ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കുറച്ചൊക്കെ, പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തേക്കുന്നത്, അത് ഇത് എല്ലാം. പക്ഷേ എനിക്ക് സ്റ്റിൽ ഐ എം എൻജോയിങ് മൈ പ്രൊഫഷൻ എന്ന് പറയാം. കാരണം ഞാൻ ഹാപ്പിയാണ് ഇതിൽ. എനിക്ക് ഒരിക്കലും ഒരു ഹെസിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. അപ്പം കാണുന്നവർക്ക് തോന്നിയാൽ അതെനിക്കൊരു പ്രശ്നമല്ല. അതാണ് എൻ്റെ ഫസ്റ്റ് ഇത്. എൻ്റെ ഫാമിലി അതായത് എൻ്റെ അച്ഛനായാലും എൻ്റെ അമ്മയായാലും എൻ്റെ സിസ്റ്റേഴ്സ്, എൻ്റെ ഹസ്ബൻഡിനെ പോലെ തന്നെ എൻ്റെ സിസ്റ്റേഴ്സും അതുപോലാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ ചേച്ചിമാരായാലും അവർ രണ്ടുപേരും അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് ഇല്ല, അപ്പോൾ അവരിങ്ങോട്ട് വിളിച്ചാൽ റെഡി അങ്ങനെ ഒരു കണ്ടൻറ്റ് ഉണ്ട്, നീ അത് ചെയ്ത് നോക്ക്, അല്ലെ അങ്ങനെ ഒരു ഇത് വെച്ച് അങ്ങനെ ഒരു ഐഡിയ ചെയ്ത് നോക്ക്. അപ്പോൾ അവർ അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ എൻ്റെ അമ്മയായാലും, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മയായാലും പുള്ളിക്കാരി ഭയങ്കര സപ്പോർട്ടിങ്ങാണ്. അപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായാലും, ഇപ്പോൾ കുഞ്ഞ് കരയായാലും കുഞ്ഞിനെ വന്ന് എടുത്തുകൊണ്ട് പോകും, നീ വീഡിയോ എടുത്തോ കുഴപ്പമില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും വീഡിയോ എടുത്തു കഴിയുമ്പോൾ അമ്മയാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിനെ കാണിക്കാറില്ല, അമ്മയാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അപ്പോൾ അത് അപ്ലോഡ് ചെയ്യും. അങ്ങനെ ആ ഒരു രീതിയാണ്. അമ്മയ്ക്ക് എൻ്റെ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അമ്മ ഇത് പറഞ്ഞു തരും, എടി നീ അങ്ങനെ ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യായിരുന്നു. അമ്മയാണത് മാക്സിമം എനിക്ക് ആ ഒരു ഇത് തരുന്നത്. പക്ഷേ അമ്മ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ എടുത്തില്ലയോ, എടുത്തോ, കാണിക്കുക പെട്ടെന്ന് കാണിക്കുക, അങ്ങനെ ഒരു ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. ഒരിക്കലും ഒരു ഇതില്ല. ഇപ്പോൾ എൻ്റെ വീട്ടുകാരായാലും പുള്ളിക്കാരൻ്റെ വീട്ടുകാരായാലും ഇപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും, ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. അല്ലാതെ എന്താ പറയുന്നത്, അയ്യോ നീ അങ്ങനെ ചെയ്യരുത്, നീ ഇപ്പോൾ ആ വാക്ക് പറയരുതായിരുന്നു, അല്ലെങ്കിൽ നീ അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇടരുതായിരുന്നു, യാതൊരു പ്രശ്നവുമില്ല. ഐ ആം ഹാപ്പി വിത്ത് മൈ ഫാമിലി. എൻ്റെ ഫാമിലിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഇങ്ങനൊരു പ്രൊഫഷൻ ചൂസ് ചെയ്തതിൽ. അപ്പോൾ എനിക്ക് മാക്സിമം എനിക്കൊരു സ്ട്രെങ്ത് ഉണ്ട്, ഞാൻ മുമ്പോട്ട് പോകാൻ എനിക്ക് പറ്റുമെന്ന്. എൻ്റെ ഫാമിലി ആയാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് കുറച്ച് ഒരു ഉറപ്പുണ്ട്. കുറച്ചെന്നല്ല, നല്ലൊരു ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെ. ബിലീവിങ് യുവർ സെൽഫ്, എവറിത്തിങ് വിൽ ബി ഓക്കെ. അപ്പോൾ ഇതൊരു കുഞ്ഞൊരു കുട്ടി വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഈ കുഞ്ഞൊരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഇതുപോലെ ഈ ചിറ്റ് ചാറ്റ് വീഡിയോ ഇല്ലേ, അതൊരു കമൻറ്റിൻ്റെ ബേസിലാണ് ഞാൻ ഈ ചിറ്റ് ചാറ്റ് വീഡിയോ ചെയ്തത്. എൻ്റെ ഫാമിലി എന്താണെന്ന് അറിയണമായിരുന്നു, എന്നെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയണമായിരുന്നു. അപ്പോൾ ചെറിയൊരു ചിറ്റ് ചാറ്റ് വീഡിയോ, നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അല്ല ഞാൻ എങ്ങനെ അറിയാനാ, അപ്പോൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മാക്സിമം എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ കുറേ ആൾക്കാരുണ്ട്, ചെയ്യുന്നില്ലെന്നല്ല, ഇപ്പം ഈ 100-ൽ ഒരു 80% ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ അതുപോലെ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അപ്പം 0-ൽ നിന്ന് ഞാൻ ഇത്രയാവണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവാണ്. അപ്പോൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.